നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് പ്രതി അഖിൽ സി വർഗീസ് ഇപ്പോഴും കാണാമറയത്ത്. തട്ടിപ്പ് പുറത്തായിട്ട് 10 മാസം പോലീസ് ഒത്തുകളിക്കുന്നതായി ആക്ഷേപം. ത്യാഗസ്മരണയിൽ ബലിപ്പെരുന്നാൾ. മുസ്ലിം പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക നമസ്കാരം. അപകട സാധ്യത ഒഴിവാക്കാൻ ശബരിമലയിൽ വൈദ്യുത ഓഡിറ്റ് നടത്തും. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശങ്ങളുമായി ദേവസ്വം ബോർഡ്. ദേശീയ കർഷക ഫെഡറേഷന്റെ കാർഷിക മേള കോട്ടയത്ത്. സെമിനാറുകൾ, കാർഷിക വിഭവങ്ങളുടെ പ്രദർശന വിപണന മേള എന്നിവയും. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് പുറത്തുവന്ന് 10 മാസമായിട്ടും പ്രതിയായ മുൻ ക്ലർക്കിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പെൻഷൻ അക്കൗണ്ടിൽ നിന്നും 2.39 കോടി രൂപ അഖിൽ തട്ടിയെടുത്തെന്ന് വാർഷിക സാമ്പത്തിക കണക്കെടുപ്പിൽ കണ്ടെത്തിയിരുന്നു. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് പുറത്തുവന്ന 10 മാസമായിട്ടും പ്രതിയായ മുൻ ക്ലർക്ക് അഖിൽ സി വർഗീസിനെ പോലീസിന് പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ അനാസ്ഥയ്ക്ക് ഉദാഹരണമായി മാറുന്നു. നഗരസഭയുടെ പെൻഷൻ അക്കൗണ്ടിൽ നിന്നും 3 കോടി രൂപ അഖിൽ തട്ടിയെടുത്തതായി വാർഷിക സാമ്പത്തിക കണക്കെടുപ്പിൽ വ്യക്തമായിരുന്നു. അഖിലിന്റെ അമ്മ പി ശ്യാമളയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം അയച്ചത്. പിതാവിന്റെ മരണത്തെ തുടർന്ന് ആശ്രിത നിയമനമായിട്ടാണ് കൊല്ലം കോർപ്പറേഷനിൽ അഖിലിന് ജോലി ലഭിച്ചത്. അവിടെ 40 ലക്ഷം രൂപ തിരിമറി നടത്തിയതിന് സസ്പെൻഷനിലായതിനു ശേഷം തിരികെ ഈരാറ്റുപേട്ടയിലും തുടർന്ന് കോട്ടയം നഗരസഭയിലും ജോലി ചെയ്തു. കോട്ടയത്ത് ജോലി ചെയ്തു വരികയാണ് 3 കോടി രൂപ തട്ടിയത്. തട്ടിപ്പ് കണ്ടെത്തിയതോടെ മാസങ്ങൾക്ക് മുൻപ് അഖിൽ ഒളിവിൽ പോകുകയായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയുമില്ലാത്തത് പോലീസ് നടത്തുന്ന ഒത്തുകളിയാണെന്ന ആക്ഷേപം പരക്കെ ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ത്യാഗസ്മരണയിൽ ബലിപ്പെരുന്നാൾ ആഘോഷിച്ച് ഇസ്ലാം മത വിശ്വാസികൾ. പെരുന്നാൾ ചടങ്ങുകളുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ വിവിധ മുസ്ലിം പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക നമസ്കാരം നടന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മഹത്വം വിളിച്ചോതി വലിയ പെരുന്നാൾ ആഘോഷിച്ചു. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ പ്രിയപുത്രൻ ഇസ്മയിലിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് ബക്രീദ്. വലിയ പെരുന്നാൾ ആചരണത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിലെ വിവിധ മുസ്ലിം ദേവാലയങ്ങളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക നമസ്കാരം നടന്നു. കുമ്മനം മുസ്ലിം ഹനഫി ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് മൗലവി മുഹമ്മദ് ഷാഫി നജ്മി അൽ കാശ്ഫി നേതൃത്വം നൽകി. രാവിലെ 7:30 നമസ്കാരം ആരംഭിച്ചത്. 100 കണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. അശാന്തമായ ലോകത്ത് ദുരിതമനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതാണ് വലിയ പെരുന്നാൾ നൽകുന്ന സന്ദേശമെന്ന് ഇമാം മുഹമ്മദ് ഷാഫി നജ്മി അൽ കാശ്ഫി പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്ന ഈ ഈദ് നൽകുന്ന സന്ദേശം, ഈദ് നമസ്കാരത്തിന് ശേഷം അവർ നിർവഹിക്കുന്ന ബലികർമ്മം, അത് സമൂഹത്തിലെ അവശതയനുഭവിക്കുന്ന ആളുകളുടെ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ള ഒരു സുന്ദരമായ സന്ദേശം അതിലൂടെ കൈമാറപ്പെടുമ്പോൾ ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ ചേർത്ത് പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള സുന്ദരമായ ഒരു സന്ദേശമാണ് ഈ ഈദും അതുപോലെ ഈദിനോടനുബന്ധിച്ചുള്ള ബലികർമ്മങ്ങളും ലോക മുസ്ലിമീങ്ങൾക്കും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കൈമാറപ്പെടുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. നമസ്കാരത്തെ തുടർന്ന് പരസ്പരം സ്നേഹം പങ്കുവയ്ക്കലും പള്ളികളും വീടുകളും കേന്ദ്രീകരിച്ച് ബലിയർപ്പണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കൂടുതൽ നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചു. വൈദ്യുതി വിഭാഗത്തിന്റെ ഓഡിറ്റ് ഉൾപ്പെടെ നടത്തി അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കൂടുതൽ നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചു. വൈദ്യുതി വിഭാഗത്തിന്റെ ഓഡിറ്റ് ഉൾപ്പെടെ നടത്തി അപകട സാധ്യത ഒഴിവാക്കണമെന്ന നിർദ്ദേശം ശബരിമല മാസ്റ്റർ പ്ലാൻ ഹൈപ്പവർ കമ്മിറ്റിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം തെലുങ്കാനയിൽ നിന്ന് എത്തിയ തീർത്ഥാടകൻ ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കുടിവെള്ള കിയോസ്കിന് സമീപത്തു നിന്നും ഷോക്കേറ്റ് മരിച്ചിരുന്നു. ശബരിമലയിൽ ഷോക്കേറ്റ് മരണം അസാധാരണമായതിനാൽ വിശദമായ പരിശോധന നടത്തി വൈദ്യുതി ലീക്ക് ഉണ്ടായതായി കണ്ടെത്തിയിരുന്നു. ഇത്തരം അപകടങ്ങൾ കൂടി ഒഴിവാക്കുന്നതിനാണ് വൈദ്യുതി വിഭാഗത്തിന്റെ ഓഡിറ്റ് നടത്താൻ ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് വൈദ്യുതി വകുപ്പിന്റേത് ഉൾപ്പെടെ നിരവധി കേബിളുകൾ പോകുന്നുണ്ട്. ഇവയിലൂടെ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്തി. ഈ കേബിളുകൾ ഭൂമിക്കടിയിലൂടെയാക്കണം എന്നതാണ് ദേവസ്വം ബോർഡിന്റെ ആവശ്യം. ദേവസ്വം ബോർഡ്, പോലീസ്, KSEB തുടങ്ങി വിവിധ വകുപ്പുകളുടെ ആവശ്യത്തിനുള്ള കേബിളുകളെല്ലാം ഭൂമിക്കടിയിലൂടെ ആക്കേണ്ടി വരും. സ്വാമി അയ്യപ്പൻ റോഡ്, നീലിമല, അപ്പാച്ചിമേട് പാത എന്നിവയുടെ അരികിലൂടെ
ഭൂഗർഭ സംവിധാനമുണ്ടാക്കി കേബിളുകൾ കടത്തിവിടണമെന്ന് ദേവസ്വം ബോർഡ് ദീർഘകാലമായി ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യം ഗൗരവപൂർവ്വം പരിഗണിക്കുമെന്ന് ഹൈപ്പവർ കമ്മിറ്റി യോഗം ഉറപ്പ് നൽകിയിട്ടുണ്ട്. വനം വകുപ്പിന്റെ അനുമതിയും മറ്റു വകുപ്പുകളുടെ സഹകരണവും ഉറപ്പാക്കി മാത്രമേ ഇത് നടത്താനാവൂ എന്നും ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ദേശീയ കർഷക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് കാർഷിക മേള സംഘടിപ്പിച്ചു. സെമിനാറുകൾ, കാർഷിക വിഭവങ്ങളുടെ പ്രദർശന വിപണന മേള എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. കേരളത്തിലെ വ്യത്യസ്ത കാർഷിക മേഖലകളിൽ കൃഷിയുടെ അഭിവൃദ്ധിക്കും കർഷകരുടെ അവകാശ സംരക്ഷണത്തിനുമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര കർഷക പ്രസ്ഥാനമാണ് ദേശീയ കർഷക ഫെഡറേഷൻ. ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് കാർഷിക മേള നടത്തി. കാർഷികോൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വസ്തുക്കളും അനുബന്ധ സാമഗ്രികളും നടീൽ വസ്തുക്കൾ, പച്ചക്കറി വിത്തുകൾ, ഫലവർഗ ഔഷധ സസ്യങ്ങൾ, കാർഷിക സേവനങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശന വിപണന സ്റ്റാളുകളും വിവിധ വിഷയങ്ങളിലെ സെമിനാർ സെക്ഷനുകളും എന്നിവ മേളയുടെ ഭാഗമായി നടന്നു. അപ്ടെക് ടെക്നിക്കൽ എക്സ്പെർട്ട് വിജീഷ് വിശ്വംഭരൻ, പ്രകൃതി കർഷകൻ എബ്രഹാം ചാക്കോ, PK ഷാജു തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. നമ്മുടെ സമൂഹത്തിനും ജീവനുള്ള ഒരു സമൂഹത്തിനെ, വ്യക്തിക്ക് ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഇത് സാധിക്കില്ല. നമ്മുടെ ഭക്ഷണമാണ് നമ്മളെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊരു ശേഷി നമ്മളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ചിന്താഗതി നമ്മളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആദ്യം മണ്ണറിഞ്ഞ് ഗുണം ചെയ്യണം. മണ്ണറിഞ്ഞുമ്പോൾ മണ്ണിന്റെ സ്വഭാവത്തെ പഠിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം മണ്ണിന്റെ ജൈവ സ്വഭാവമാണ്. ആ ജൈവ സ്വഭാവത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സൂക്ഷ്മാണുക്കൾ. സൂക്ഷ്മാണുക്കളിൽ തന്നെ ബാക്ടീരിയയുണ്ട്, ഫംഗസുണ്ട്, പ്രോട്ടോസോയും ആക്ടിമൈസിൻ. കൂടാതെ വിവിധ കാർഷിക വിളകൾ, പഴങ്ങൾ, ബഡ് തൈകൾ, പച്ചക്കറി വിത്ത് എന്നിവയുടെ പ്രദർശനവും വിപണനവും കാർഷിക മേളയോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായി. വഴിയാത്രക്കാർ ഉൾപ്പെടെ നിരവധി പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല. ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെ വള്ളിക്കാട്, മുഴുവനാംകുന്ന് പ്രദേശങ്ങളിൽ 3 പേർക്കും ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്ന 5-ാം വാർഡിൽ ഒരാൾക്കും തെരുവുനായയുടെ കടിയേറ്റു. 3-ാം വാർഡിൽ 4 പേരെ തെരുവുനായ കടിക്കുകയും ഇവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ഏറ്റുമാനൂർ ടൗൺ, ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് എന്നിവിടങ്ങളിൽ തെരുവുനായകൾ കൂട്ടമായി തമ്പടിക്കുന്നത് സ്കൂൾ കുട്ടികൾക്കും വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ദിനംപ്രതി ആക്രമണങ്ങൾ വർദ്ധിക്കുമ്പോഴും നഗരസഭാ അധികൃതർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. തെരുവുനായകളെ പിടികൂടാൻ വിദഗ്ധനായ ഒരാളെ നഗരസഭ നിയമിച്ചിട്ടുണ്ടെങ്കിലും പിടികൂടുന്ന നായകളെ സംരക്ഷിക്കാനുള്ള ABC സെന്ററുകൾ നഗരസഭയിൽ ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. നായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്തിലേക്ക് 3 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഇത് നടപ്പാക്കുന്ന മുറയ്ക്ക് വന്ധ്യംകരണ നടപടികൾ ആരംഭിക്കുമെന്നും നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് അറിയിച്ചു. ഏറ്റുമാനൂർ നഗരസഭയിൽ കൂടുതൽ പ്രശ്നങ്ങൾ, നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. അതോടനുബന്ധിച്ച് ഒത്തിരി ഉപദ്രവകാരികളായ പട്ടികളെ പിടിക്കുന്നതിന് നഗരസഭ ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്. അതുങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം നമുക്കില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വന്ധ്യീകരണത്തിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് നമ്മൾ 3 ലക്ഷം രൂപ വകവരുത്തിയിട്ടുണ്ട്. അവിടെ അത് നടപ്പാക്കുന്ന മുറയ്ക്ക് തന്നെ നമ്മളത് നൽകി അതിൻ്റെ പരിപാടികൾ തുടങ്ങുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജില്ലാതല ക്ഷീരദിനം ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി നടന്ന ക്ഷീരോത്സവം വേറിട്ട അനുഭവം സമ്മാനിച്ചു. ലെറ്റ്സ് സെലിബ്രേറ്റ് ദി പവർ ഓഫ് ഡയറി എന്ന ആപ്തവാക്യത്തിൽ ലോകമെമ്പാടും ആഘോഷിച്ച ക്ഷീരദിനത്തിന്റെ തുടർച്ചയെന്നോണം കുടുംബശ്രീ ജില്ലാ മിഷൻ നടത്തിവന്ന ക്ഷീരോത്സവം ആഘോഷമായി. വിവിധ CDSകളിൽ ക്ഷീരവാരാചരണം നടന്നു. പാലിന്റെ പോഷക ഗുണങ്ങളെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ഷീരദിനാഘോഷം നടത്തിയത്. പരിപാടിയിൽ പങ്കെടുത്ത ഓരോ CDSലെയും മികച്ച ക്ഷീര കർഷകരെ ആദരിച്ചു. കൂടാതെ അംഗൻവാടിയിലെ കുട്ടികൾക്കായി ക്ലസ്റ്ററിലെ ക്ഷീര കർഷകരിൽ നിന്നും കളക്ട് ചെയ്ത പാൽ ഉപയോഗിച്ച് പായസവും പേടയും ഗുലാബ് ജാമും ഉണ്ടാക്കി നൽകുകയും ബഡ് സ്കൂളിലെ കുട്ടികൾക്കായി ക്ഷീര കർഷകരിൽ നിന്നും പ്രൊഡ്യൂസർ ഗ്രൂപ്പുകളിൽ നിന്നും കളക്ട് ചെയ്ത ശുദ്ധമായ പാൽ നൽകുകയും ചെയ്തു. HCRPമാർ, ചെയർപേഴ്സൺമാർ, അക്കൗണ്ടന്റുമാർ, CDS മെമ്പർമാർ, ഉപജീവന ഉപസമിതി കൺവീനർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ജൂൺ 1 മുതൽ 5 വരെയാണ് ജില്ലയിൽ ക്ഷീരവാരാചരണം നടത്തുന്നത്.
ന്യൂസ് ബ്യൂറോ, കോട്ടയം. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ പൊൻകുന്നം ഡിവിഷൻ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു. കേന്ദ്ര സെക്രട്ടറി K. അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് R. മുരളീധരൻ നായർ അധ്യക്ഷനായി. സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി M. മനോഹരൻ, ജില്ലാ പ്രസിഡന്റ് PR സജി, സെക്രട്ടറി N. അരവിന്ദാക്ഷൻ നായർ, VT തോമസ്, VD രജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എടുത്ത തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ നമ്മൾ വിജയിച്ചോ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിയോ? നമുക്ക് എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് തിരുത്തലുകൾ ആവശ്യമാണോ? ഇനി ഭാവി പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള കാര്യത്തിൽ വളരെ ദിശാബോധത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിവിഷൻ സമ്മേളനങ്ങൾ ചെയ്തത്. കൃത്യമായ തീരുമാനങ്ങളും അതിൻ്റെ ഒരു നിലപാടുകളും എടുക്കാൻ പറ്റിയ മേഖല ശരിക്കും ഡിവിഷൻ സമ്മേളനങ്ങളാണ്. കാര്യം എല്ലാ അംഗങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന സമ്മേളനം ഡിവിഷൻ സമ്മേളനം മാത്രമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് പ്രതി അഖിൽ സി വർഗീസ് ഇപ്പോഴും കാണാമറയത്ത്. തട്ടിപ്പ് പുറത്തായിട്ട് 10 മാസം പോലീസ് ഒത്തുകളിക്കുന്നതായി ആക്ഷേപം. ത്യാഗസ്മരണയിൽ ബലിപ്പെരുന്നാൾ. മുസ്ലിം പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക നമസ്കാരം. അപകട സാധ്യത ഒഴിവാക്കാൻ ശബരിമലയിൽ വൈദ്യുത ഓഡിറ്റ് നടത്തും. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശങ്ങളുമായി ദേവസ്വം ബോർഡ്. ദേശീയ കർഷക ഫെഡറേഷന്റെ കാർഷിക മേള കോട്ടയത്ത്. സെമിനാറുകൾ, കാർഷിക വിഭവങ്ങളുടെ പ്രദർശന വിപണന മേള എന്നിവയും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.